CPM സംസ്ഥാന സമാപനത്തോടനുബന്ധിച്ചുള്ള റെഡ് വോളണ്ടിയർ മാർച്ച് ആശ്രാമ മൈതാനത്തേക്ക് അടുക്കുകയാണ്. പൊതുസമ്മേളനത്തിൽ PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസാരിക്കും. കണ്ണൻ നായർ, CK വിജയൻ, രഘുനാഥ് നാരായൺ എന്നിവരാണ് സമ്മേളന നഗരിയിൽ നിന്നും വിവരങ്ങളുമായിട്ടുള്ളത്. ആദ്യം രഘുവിലേക്കാണ്. രഘു, റെഡ് വോളണ്ടിയർ മാർച്ച് അത് ആശ്രമ മൈതാനത്തോട്ട് അടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പൊതുസമ്മേളനം എപ്പോൾ തുടങ്ങും? ഏകദേശം 1.5 കിലോമീറ്റർ മാറിയുള്ള ഹൈസ്കൂൾ ജംഗ്ഷനിലാണ്. CPM-ന്റെ സംഘടനാ സംവിധാനം എത്രത്തോളം വലുതാണ് എന്ന് തെളിയിക്കുന്ന ഒരു അക്ഷരാർത്ഥത്തിൽ കൊല്ലത്തിനെ ചെങ്കടലാക്കി ആളുകളിങ്ങനെ ദേശീയപാത നിറഞ്ഞ് ആശ്രാമം മൈതാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ട് മുൻപാണ് ചുവപ്പ് സേനയുടെ പരേഡും ഉണ്ടായിരുന്നു. അവരൊരു പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്തിക്കാണത്തേ ഉള്ളൂ. അത്രമേൽ ജനസാഗരമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇത് കൊല്ലം ജില്ലയുടെ വടക്കൻ മേഖലയിൽ നിന്നും ഒപ്പം തന്നെ വടക്ക് കിഴക്ക് ചൂരനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നുമൊക്കെ വന്ന സഖാക്കളാണ്. അവർ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രകടനമായി ചെങ്കൊടിയേന്തി മുദ്രാവാക്യം വിളിച്ച് ബാൻഡ് മേളങ്ങളുടെ ഒക്കെ അകമ്പടിയോടുകൂടി അങ്ങ് ആശ്രാമം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം ജനസമുദ്രമാണ് ഇവിടെ നിന്ന് പറയാൻ, ഈ കൊല്ലം ജില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് പൊതുസമ്മേളനം നടക്കുന്ന ആശ്രാമം മൈതാനം. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൈതാനമായിരിക്കും. ആ മൈതാനം നിറയാനുള്ള ആളുകൾ ഒരുപക്ഷെ ഇത് തന്നെ ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടെ ദൃശ്യങ്ങൾ പുറകിലേക്ക് നോക്കിയാൽ അതിൻ്റെ ഒരു അവസാനം എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റാത്തത്ര രീതിയിൽ ആളുകൾ ഇങ്ങനെ മുദ്രാവാക്യ വിളികളുമായി സമ്മേളന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവിടെ പൊതുസമ്മേളനം ആരംഭിച്ചാൽ പോലും നേതാക്കളൊക്കെ അവിടെ എത്തി. പൊതുസമ്മേളനം ആരംഭിച്ചാൽ പോലും ഈ പ്രകടനം അവിടെ എത്തത്തില്ല. അത്രമേൽ തിരക്കാണ്, അത്രമേൽ ആളുകളാണ്. ഈ നമ്മുടെ കുണ്ട്ര ഭാഗത്തു നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. മാത്രവുമല്ല വടക്കൻ മേഖലയിൽ നിന്നൊക്കെ ബസ്സിന് ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ 2 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നാണ് CPM പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അത്ര തന്നെ ആളുകൾ ഒരുപക്ഷെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടാകാം. കർഷക തൊഴിലാളികൾ, സാധാരണക്കാരായ മനുഷ്യർ, വിദ്യാർത്ഥി പ്രതിനിധികൾ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളെല്ലാം. കാരണം ഒരുപക്ഷെ കണ്ണൂർ കഴിഞ്ഞാൽ CPM-ന് ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർമാരും അത്തരത്തിൽ വലിയ സംവിധാനമുള്ളൊരു സ്ഥലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഭൂരിഭാഗം സീറ്റുകളും വിജയിച്ചതും CPM ആയിരുന്നു. എന്തായാലും ആ സംഘടനാ സംവിധാനത്തെ, ആ സംഘടനാ ബലത്തിൻ്റെ കരുത്ത് നമുക്ക് ഈ പൊതുസമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ആ പൊതുസമ്മേളനത്തേക്ക് ആളുകൾ ഒഴുകിപ്പോകുന്നത് കണ്ടാൽ മനസ്സിലാവും. കൊല്ലത്താണ് 3 പതിറ്റാണ്ടിനിപ്പുറത്താണ് CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്തിറങ്ങിയിരുന്നത്. തൊഴിലാളികളുടെ മണ്ണാണ്, തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ്. CPM സംസ്ഥാന സമ്മേളനത്തിന് ഒരു പൂരം തന്നെ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സമ്മേളനം ഒരു പൂരമാണ്. ഇത്രയും ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന സമ്മേളനം അരങ്ങേറുന്നത്. സംസ്ഥാന സമ്മേളനം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നു. പുതിയ കാഴ്ചപ്പാടിലേക്ക്, പുതിയ നയത്തിലേക്ക് CPM കടക്കുന്നു എന്നുള്ള പ്രത്യേകതയും ആ തരത്തിലും കൊല്ലം സമ്മേളനം അടയാളപ്പെടുത്തുകയാണ്.